ഹായ് ഗൈസ്, മൈ നെയിം ഇസ് രാജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനറൽ മെറ്റബോളിസം ഓഫ് കാൽഷ്യം, ഫോസ്ഫേറ്റ് ആൻഡ് മഗ്നീഷ്യം ആണ്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഈ മൂന്നാൾക്കാരുടെയും മിനറൽ മെറ്റബോളിസം നമുക്ക് പഠിക്കാവുന്നതാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് മുന്നേ ജനറൽ മെറ്റബോളിസം മിനറൽസിൻ്റെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു മിനറലാണ് കാൽഷ്യം. ആൻഡ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് മിനറൽ ഈസ് ഫോസ്ഫേറ്റ്. ആൻഡ് ദ തേർഡ് മോസ്റ്റ് അബണ്ടൻറ്റ് മിനറൽ അത് ഏതാണെന്ന് നിങ്ങൾ ആരെങ്കിലും അറിയാമെങ്കിൽ ഗൂഗിൾ നോക്കാണ്ട് കമൻറ്റ് ഇടാമെങ്കിൽ ഇട്ടോ. ആൻഡ് ദ ഫോർത്ത് മോസ്റ്റ് അബണ്ടൻറ്റ് മിനറലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. കാൽഷ്യത്തിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 8.5 to 10.5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ആൻഡ് ഫോസ്ഫേറ്റിൻ്റെത് 2.5 to 4.5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ആൻഡ് മഗ്നീഷ്യത്തിൻ്റെത് 1.7 to 2.4 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ആൻഡ് ഈ മൂന്ന് ആൾക്കാരും ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള മിനറൽസ് ആണ്. അതായത് കാൽഷ്യം ആണെങ്കിൽ 99% കാണപ്പെടുന്നത് ബോൺസിലാണ്. ഫോസ്ഫേറ്റ് ആണെങ്കിൽ 85%, മഗ്നീഷ്യം ആണെങ്കിൽ 60% ബോൺസിലായിരിക്കും കാണപ്പെടുന്നത്. ഇവരുടെ ഡയറ്ററി സോഴ്സ് എന്ന് പറയാനാണെങ്കിൽ ഇൻ കേസ് ഓഫ് കാൽഷ്യം മിൽക്ക്, കർഡ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫിഷ്. ഫോസ്ഫേറ്റ് ആണെങ്കിൽ മീറ്റ്, എഗ്സ്, മിൽക്ക്, കൂടുതലും നോൺ വെജ് ആയിട്ടുള്ള ഐറ്റത്തായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് മഗ്നീഷ്യം കൂടുതലും വെജിറ്റബിൾസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കാണപ്പെടുന്നത്. അതായത് വോൾ ഗ്രെയിൻസ്, നട്ട്സ്, ലെഗൂംസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ ഇവരുടെ RDA എന്ന് പറയാൻ നേരത്ത്, അതായത് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, ഒരു ദിവസം ഒരു ആൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കൺസ്യൂം ചെയ്യേണ്ട പെർ ഡേയിലെ മിനറലിൻ്റെ ക്വാണ്ടിറ്റി, എന്തോരം ക്വാണ്ടിറ്റി മിനറൽ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അദ്ദേഹം ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ. അങ്ങനെ RDA എന്ന് പറയാൻ നേരത്ത് കാൽഷ്യത്തിൻ്റെത് 1 to 1.2 ഗ്രാം പെർ ഡേ, ഫോസ്ഫേറ്റിൻ്റെ 700 മില്ലിഗ്രാം പെർ ഡേ, മഗ്നീഷ്യത്തിൻ്റെ 300 to 400 മില്ലിഗ്രാം പെർ ഡേ. അടുത്ത സെക്ഷനിൽ എന്ന് പറയുമ്പോൾ അബ്സോർഷൻ ഓഫ് മിനറൽസ് ആണ്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് അബ്സോർഷൻ നടക്കുന്ന സൈറ്റ്, പിന്നെ അബ്സോർഷൻ്റെ മെക്കാനിസം, പിന്നെ ഫാക്ടേഴ്സ് ഇൻക്രീസിങ് അബ്സോർഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഡിക്രീസിങ് അബ്സോർഷൻ. പിന്നെ ഈ കാണുന്ന ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഓർക്കുന്നു. നിങ്ങൾക്ക് എത്തി നോക്കി നോട്ട് പ്രിപ്പയർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് ഹാൻഡ് റൈറ്റിംഗ് ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. അല്പം ചെറുതാണ്, എന്നാലും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഓർക്കുന്നു. നിങ്ങൾ ക്ലാസ്സും കൂടെ ശ്രദ്ധിക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്തായാലും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. ഈ കാൽഷ്യം, ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം ഈ 3 മിനറൽസിൻ്റെയും കോമൺ ആയിട്ടുള്ള അബ്സോർഷൻ നടക്കുന്ന സൈറ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഞാൻ ജസ്റ്റ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അവരുടെ മെക്കാനിസം എന്ന് പറയാൻ നേരത്ത് 2 രീതിയിൽ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ബ്ലഡിലോട്ട് ഈ മിനറലുകൾ അബ്സോർവ് ആകും. ദ ഫസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാസീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാൻ നേരത്ത് ഇതൊരു എനർജി ഡിപ്പെൻഡൻറ്റ് പ്രോസസ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ചാനൽസ്, വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസിലൂടെ ആയിരിക്കും ഈ മിനറൽസ് അബ്സോർവ് ആയി സെല്ലിനകത്ത് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ബ്ലഡിലോട്ട് പോകുന്നത്. ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന നേരത്ത് ഈ കാൽഷ്യം, ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം ഈ 3 ആൾക്കാരുടെ കേസിലും വൈറ്റമിൻ D ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവിടുത്തെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന നേരത്ത് ഒരു ട്രാൻസ് സെല്ലുലാർ ട്രാൻസ്പോർട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും മിനറൽസ് ഏതെങ്കിലും ഒരു ചാനലിൽ കൂടെ ഇൻറ്റസ്റ്റൈനൽ സെൽസിനകത്തോട്ട് കയറുന്നു. അവിടെ നിന്നും മറ്റേതെങ്കിലും ഒരു എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ചാനലിലൂടെ ഇവർ ബ്ലഡിലോട്ട് പോകുന്നു. ഈ പാസീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ അതൊരു എനർജി റിക്വയർ ചെയ്യാത്തൊരു പ്രോസസ്സാണ്. ഇവിടെ പാരാസെല്ലുലാർ ട്രാൻസ്പോർട്ട് വഴിയായിരിക്കും സെൽസ് ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും ബ്ലഡിലോട്ട് പോകുന്നത്. പാരാസെല്ലുലാർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന സെല്ലുകൾ, അതായത് അടുത്തടുത്ത് കിടക്കുന്ന സെല്ലുകളുടെ ഇടയിൽ കൂടി ഒരു ചെറിയ ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പിൽ കൂടെ ഗ്രേഡിയൻ ഡിഫറൻസ് അനുസരിച്ചായിരിക്കും ഈ മിനറൽസ് മൂവ് ചെയ്യുന്നത്. അതായത് മിനറൽസിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ലൂമനി ഭയങ്കര കൂടുതലാണ്, ഈ ബ്ലഡിൽ കുറവാണെന്ന് ഓർത്തോ. അപ്പോൾ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഈ മിനറൽസ് എല്ലാം കൂടി ഡിഫ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഈ പാസീവ് ട്രാൻസ്പോർട്ട് വൈറ്റമിൻ D ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രമേ വൈറ്റമിൻ D ഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ. ഈ കാൽഷ്യത്തിൻ്റെ കേസിൽ അബ്സോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഹൈപ്പോ കാൽസ്യമിക് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളപ്പോഴാണ്. ആ ഒരു ടൈമിൽ വൈറ്റമിൻ Dയുടെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള കാൽസിട്രയോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ സെൽസിലുള്ള കാൽഷ്യം ചാനൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അബ്സോർഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും കാൽഷ്യം ഇൻറ്റസ്റ്റൈനൽ സെൽസിനകത്തോട്ട് കയറുന്നു. അവിടെ വെച്ചത് കാൽ ബൈൻഡിൻ എന്ന് പറയുന്ന പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ കാൽഷ്യം ട്രാൻസ്പോർട്ടർ പ്രോട്ടീനാണ്. അവരായിരിക്കും ഈ ബ്ലഡിൽ കൂടെയൊക്കെ ഈ കാൽഷ്യത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവരായിട്ട് ബൈൻഡ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഫ്രീ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സെൽസിനകത്ത് വെച്ച് ഈ കാൽബൈൻഡിനായിട്ട് ബൈൻഡിങ് നടന്നു. എന്നിട്ട് ഈ കാൽഷ്യം കാൽബൈൻഡിൻ കോംപ്ലക്സ് എന്ന് പറയാൻ നേരത്ത് കാൽഷ്യം സോഡിയം എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ കാൽഷ്യം ATPase പമ്പ് വഴി ബ്ലഡിലോട്ട് എത്തുന്നതായിരിക്കും. അതുകൂടാണ്ട് ഈ 3 ആൾക്കാരും പാസീവ് ട്രാൻസ്പോർട്ട് ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഫോസ്ഫേറ്റിൻ്റെ കേസിലാണെങ്കിൽ സോഡിയം പൊട്ടാസ്യം കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു പമ്പ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും സെൽസിനകത്തോട്ട് ഈ ഫോസ്ഫേറ്റിനെ എത്തിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോഡിയം പൊട്ടാസ്യം പഠിച്ച സമയത്ത് സോഡിയം പൊട്ടാസ്യം കോ ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞൊരു പമ്പിൻ്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഒരു സോഡിയം പൊട്ടാസ്യം കോ ട്രാൻസ്പോർട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സെൽസിനകത്ത് നിന്ന് 3 സോഡിയത്തിന് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് പുറത്തോട്ട് കളയുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ 2 പൊട്ടാസ്യം ഈ സെൽസിനകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആ സെൽസിനകത്തുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അപ്പോൾ സെൽസിനകത്ത് സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറയാൻ നേരത്ത് ഇപ്പോൾ ചുറ്റുപാടും സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ആ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് സെൽസിനകത്തോട്ട് ഈ സോഡിയം കയറുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെല്ലാണ് ഉള്ളത്. അപ്പോൾ ഈ ലൂമനിൽ എന്ന് പറയാൻ നേരത്ത് സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ലൂമനിൽ നിന്നും ഈ സോഡിയം ഫോസ്ഫേറ്റ് കോ ട്രാൻസ്പോർട്ട് വഴി സെല്ലിനകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ സോഡിയം കയറുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പുള്ള് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഒരു പുള്ളിൽ, ആ ഒരു വലിച്ചിൽ ഈ അടുത്ത് കിടക്കുന്ന ഫോസ്ഫേറ്റും ഈ സോഡിയത്തിൻ്റെ ഒപ്പം ഈ സെല്ലിനകത്തോട്ട് കയറുന്നതായിരിക്കും. അങ്ങനെയാണ് ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്നും ഫോസ്ഫേറ്റ്സ് സെൽസിനകത്തോട്ട് കയറുന്നത്. അതിൻ്റെ അവിടെ നിന്ന് മറ്റൊരു ചാനൽ വഴി അവർ ബ്ലഡിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും വൈറ്റമിൻ D ഡിപ്പെൻഡൻ്റ് തന്നെയാണ്. കുറച്ച് മഗ്നീഷ്യം ചാനൽസിനെ ഈ വൈറ്റമിൻ D സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മഗ്നീഷ്യത്തിൻ്റെ അപ്ടേക്ക് അവർ ഇൻക്രീസ് ചെയ്യുന്നു.
ആൻഡ് നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ദീസ് മിനറൽസ്. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ 3 മിനറലുകളുടെയും റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇൻ കേസ് ഓഫ് കാൽഷ്യം, അസിഡിക് പി എച്ച്, ലാക്ടോസ്, പ്രഗ്നൻസി, ഈ 3 ഫാക്ടേഴ്സും അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ അസിഡിക് പി എച്ച് എന്ന് പറയുന്ന നേരത്തെ ഈ ഡയറ്റിൽ നിന്നൊക്കെ ഉള്ള കാൽഷ്യം കോംപ്ലക്സുകളെ ബ്രേക്ക് ചെയ്തിട്ട് ഫ്രീ കാൽഷ്യം ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈസിലി അബ്സോർബിൾ ഫോമാണ്. ഈ കാൽഷ്യം ചില കോംപ്ലക്സ് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ലാക്ടോസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ 2 ഗുണമുണ്ട്. ഒന്ന്, ഇവർ ഗട്ടിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവർ പി എച്ചും കുറക്കുന്നുണ്ട്, അസിഡിക് പി എച്ച് ആക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും മിനറൽ അബ്സോർപ്ഷനെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മക്കും വളരുന്ന ഫീറ്റസിനും ബോൺസിൻ്റെ മിനറലൈസേഷനും ബോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ കാൽസ്യം ആവശ്യമുണ്ട്. ബോഡിയിൽ ഹൈപ്പോകാൽസ്യമിക് കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഹൈപ്പോകാൽസ്യമിക് കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള കാൽസ്യട്രയോൾ ഈ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന്. അടുത്തത് ഫോസ്ഫേറ്റ്. ഇവരുടെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഈ വൈറ്റമിൻ ഡിയും പെടും. പിന്നെ കാൽഷ്യം കുറവായിരിക്കണം. കാൽഷ്യം കൂടുതലുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഫോസ്ഫേറ്റും കൂടെ കോംപ്ലക്സ് ഫോമായിട്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഇത് നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റിയൊരു ഫോമല്ല. പിന്നെ ഹൈ ഡയറ്ററി ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് ഡയറ്റിൽ കൂടുതലാണെങ്കിൽ ഇവർ ഈ കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കുറേ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇവർ സോളുബിൾ ആയിട്ടുള്ള കോംപ്ലക്സുകളാണ്. ഇവരെ നമുക്ക് ഈസി ആയിട്ട് അബ്സോർവ് ആക്കാൻ പറ്റും. ഈ കാൽഷ്യം ഫോസ്ഫേറ്റും കൂടെ കോംപ്ലക്സ് ഫോമായ അത് ഇൻസോൾബിൾ ആയിട്ട് അത് അബ്സോർവ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മഗ്നീഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ വൈറ്റമിൻ ഡിയും ലോ കോൺസെൻട്രേഷൻ ഓഫ് മഗ്നീഷ്യം ഇൻ ബ്ലഡും ഈ 2 ഫാക്ടേഴ്സ് ഈ മഗ്നീഷ്യത്തിൻ്റെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള അബ്സോർപ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ദീസ് മിനറൽസ്. ആദ്യം തന്നെ കാൽഷ്യത്തിൻ്റെ കേസിൽ ആൽക്കലൈൻ പി എച്ച് എന്ന് പറയുമ്പോൾ കാൽഷ്യം ഈ ഒരു പി എച്ചിൽ ഇഷ്ടംപോലെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. കാൽഷ്യം പ്രസിപ്പിറ്റേറ്റ്സ് ആ ഒരു ഫോം നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നവയല്ല. പിന്നെ ചില ഗ്രെയിൻസിൽ അല്ലെങ്കിൽ വെജിറ്റബിൾസിലൊക്കെ കാണപ്പെടുന്ന ഫൈറ്റേറ്റ്സ്, ഓക്സൈഡ്സ് നമ്മുടെ കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇവർ തമ്മിൽ കോംപ്ലക്സ് ഫോം ചെയ്യും. അത് ഇൻസോൾബിൾ ആയിരിക്കും. ഇവരെ നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇൻ കേസ് ഓഫ് ഫോസ്ഫേറ്റ്സ്, ആൻറ്റാസിഡ്സും ഫൈറ്റേറ്റ്സും ഇവരും ഫോസ്ഫേറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇൻസോൾബിൾ കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ഇവരെ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ കാൽഷ്യം കൂടുതലാണെങ്കിൽ ഈ കാൽഷ്യം ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഉണ്ടാവും. ഇവരെ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് മഗ്നീഷ്യം നമുക്ക് ഡയറി എഴുതാം, മാൽ അബ്സോർപ്ഷൻ എഴുതാം. ഈ 2 കാര്യങ്ങളും ഫാക്ടേഴ്സ് ഡിക്രീസിംഗ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കോമൺ ആണ് കേട്ടോ. ഏത് മിനറൽ വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇവിടെ മഗ്നീഷ്യമായിട്ട് ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അതായത് ഇവരെല്ലാം മിക്കവാറും സെയിം ചാനലിലൂടെ ആയിരിക്കും സെല്ലിനകത്തോട്ട് കയറുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പാരാസെല്ലാർ സ്പേസ് 2 സെൽസിനടക്കുള്ള സ്പേസിൽ കൂടെയൊക്കെ സെയിം ചാനലിൽ കൂടെ ആയിരിക്കും ഇവർ ബ്ലഡിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മുടെ മഗ്നീഷ്യം തോറ്റു പോകും. കാൽഷ്യം ഫോസ്ഫേറ്റോ മഗ്നീഷ്യത്തെക്കാൾ മുന്നേ എത്തത്തുള്ളൂ. അപ്പോൾ അവിടെ ഈ മഗ്നീഷ്യത്തിൻ്റെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കുറയുന്നതായിരിക്കും. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദെയർ ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡ്. 3 ഫോംസിൽ ഈ മിനറൽസ് എല്ലാം ബ്ലഡിൽ കാണപ്പെടാറുണ്ട്. ഇൻ കേസ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഇവർ കാണപ്പെടുന്ന 3 ഫോം ഏതൊക്കെയെന്ന് വെച്ചാൽ 1 അയണൈസ്ഡ് ഫോം, 2 ബൗണ്ട് ടു എ പ്രോട്ടീൻ, 3 കോംപ്ലക്സ്ഡ് ഫോം. അതായത് ഇവർ ഏതെങ്കിലും ഒരു ആനയോണായിട്ട് നെഗറ്റീവ്ലി ചാർജുള്ള ആനയോണായിട്ട് ബൗണ്ട് ആയിട്ട് ഒരു കോംപ്ലക്സ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ഇതിൽ ഈ അയണൈസ്ഡ് ഫോം ആയിരിക്കും ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. അവരെയാണ് ഈ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ലൈക്ക് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, മസിൽ കോൺട്രാക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇനി പ്രോട്ടീൻ ബൗണ്ട് ഫോം എന്ന് പറയാൻ നേരത്തെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസർവോയറാണ്, ഒരു സ്റ്റോറേജ് ഫോമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കോംപ്ലക്സ്ഡ് ഫോം ആണെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ഫോമാണ്. ബ്ലഡിൽ ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഫോസ്ഫേറ്റിൻ്റെ കേസിൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ അയണൈസ്ഡ് ഫോം ആയിരിക്കില്ല കാണപ്പെടുന്നത്, ഇൻഓർഗാനിക് ഫോംസ് ആയിരിക്കും കാണപ്പെടുന്നത്. അതായത് ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ H2PO4- അല്ലെങ്കിൽ HPO4- എന്ന് പറയുന്ന ഇനോർഗാനിക് ഫോംസിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇവർ പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഫോമിലും കാണപ്പെടാറുണ്ട്. ആൻഡ് ഇവരുടെ 3ാമത്തെ ഫോം എന്ന് പറയാൻ നേരത്ത് ശ്രദ്ധിക്കണം, കോംപ്ലക്സ്ഡ് വിത്ത് കാറ്റയോൺസ് ആണ്. Mg2+, Ca2+ പോലുള്ള കാറ്റയോൺസ് ആയിട്ടായിരിക്കും ഇവർ കോംപ്ലക്സ് ഫോം ചെയ്തിരിക്കുന്നത്. ബാക്കി 2 ആൾക്കാർ നമ്മുടെ കാൽഷ്യവും മഗ്നീഷ്യവും കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ആനോൺസ് ആയിട്ടായിരുന്നു. അത് ഓർമ്മ വേണം. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് സ്റ്റോറേജ് ഓഫ് ദീസ് മിനറൽസ്. ഈ 3 ആൾക്കാരും 3 സ്ഥലത്ത് കോമൺ ആയിട്ട് കാണപ്പെടും. ഒന്ന് ബോൺസ് ആൻഡ് ടീത്തിൽ ഹൈഡ്രോക്സി അപ്പിറ്റൈറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ഈ ഒരു ഫോമാണ് ബോൺസിനൊക്കെ ഒരു ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സെൽസിനകത്ത് അതായത് സോഫ്റ്റ് ടിഷ്യൂകളിലൊക്കെ ഇൻട്രാ സെല്ലാറിലും ഈ 3 മിനറൽസും കാണപ്പെടാറുണ്ട്. ബ്ലഡിനകത്ത് എക്സ്ട്രാ സെല്ലുലാറിലും ഈ മിനറൽസ് കാണപ്പെടാറുണ്ട്. നെക്സ്റ്റ് ഈസ് ദ എക്സ്ക്രീഷൻ. പ്രധാനമായിട്ടും കാൽഷ്യം, ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം എക്സ്ക്രീറ്റ് ആവുന്നത് കിഡ്നിയിലൂടെയാണ്. കുറച്ച് എമൗണ്ട് ഫീസസിലൂടെ എക്സ്ക്രീറ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എക്സ്ക്രീഷൻ ആണ്. പാരാതൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽഷ്യത്തിൻ്റെ, മഗ്നീഷ്യത്തിൻ്റെയും യൂറിനിലൂടെയുള്ള എക്സ്ക്രീഷൻ ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ഫോസ്ഫേറ്റിൻ്റെ യൂറിനിലൂടെ എക്സ്ക്രീഷൻ അവർ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ ആൽഡോസ്റ്റിറോൺ ഓൾസോ ഇൻക്രീസസ് ദെയർ എക്സ്ക്രീഷൻ ത്രൂ യൂറിൻ. അടുത്തത് ഈ മിനറൽസിൻ്റെ റെഗുലേഷൻ ആണ്. അതായത് ഇവരെ നമുക്ക് ബ്ലഡിൽ ഒരു കോൺസ്റ്റൻറ്റ് നോർമൽ റേഞ്ചിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇവരെപ്പോഴെങ്കിലും നമ്മുടെ ബോഡിയിൽ എമൗണ്ട് കൂടുവാണ് അല്ലെങ്കിൽ എമൗണ്ട് കുറയുകയാണെങ്കിൽ നമുക്ക് അവരെ റെഗുലേറ്റ് ചെയ്ത് നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ ഫാക്ടേഴ്സ് ഇൻക്രീസിംഗ് ബ്ലഡ് കാൽഷ്യം അല്ലെങ്കിൽ ബ്ലഡ് മഗ്നീഷ്യം എന്ന് പറയാൻ നേരത്ത് കോമൺ ആയിട്ട് PTH പാരാതൈറോയ്ഡ് ഹോർമോണും വൈറ്റമിൻ ഡി എഴുതാൻ പറ്റും. ഈ പാരാതൈറോയ്ഡ് ഹോർമോണാണ് വൈറ്റമിൻ ഡിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് കാൽസ്യട്രയോൾ ആക്കി മാറ്റുന്നത്. ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ എപ്പിത്തീലിയൽ സെൽസിലുള്ള ഈ കാൽഷ്യത്തിൻ്റെ, മഗ്നീഷ്യത്തിൻ്റെ ഒക്കെ ചാനൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഫോസ്ഫേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ അവരുടെ ബ്ലഡിലെ എമൗണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് വിയ ഇൻക്രീസ് ഇൻ ദ എക്സ്ക്രീഷൻ ത്രൂ യൂറിനിലൂടെ ഫോസ്ഫേറ്റ്സിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് ഡിക്രീസിംഗ് ബ്ലഡ് കാൽഷ്യം, ബ്ലഡ് മഗ്നീഷ്യം ആൻഡ് ബ്ലഡ് ഫോസ്ഫേറ്റ്. ബ്ലഡ് കാൽഷ്യത്തിൻ്റെ കേസിൽ അത് കാൽസിട്ടോണിനാണ്. ഇവർ പോയിട്ട് ഓസ്റ്റിയോക്ലാസ്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കും. ഓസ്റ്റിയോക്ലാസ്റ്റാണ് ബോണിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ റിസോർപ്ഷനെ സഹായിക്കുന്നത്. നെക്സ്റ്റ് ഈസ് FGF23, അതായത് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ 23. ഇവർ 2 കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഒന്ന്, ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഫോസ്ഫേറ്റ് അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള
വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് ഫോമായിട്ടുള്ള കാൽസിട്രയോളിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഇവർ ചെയ്യുന്ന മറ്റേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലുള്ള കളക്റ്റിംഗ് ഡക്റ്റും ഡിസ്റ്റൽ ട്യൂബ്യൂൾസിലൊക്കെ ഉള്ള സോഡിയം ഫോസ്ഫേറ്റ് കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു പമ്പുണ്ട്, അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ വഴി ഫോസ്ഫേറ്റ് റീഅബ്സോർബ് ആക്കപ്പെടുന്നത് തടയുന്നു, ഫോസ്ഫേറ്റ്സ് യൂറിനിൽ കൂടെ റിലീസായി പോകുന്നു. നെക്സ്റ്റ് ആൽഡോസ്റ്റെറോൺ ആണ്. ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനാണ് കിഡ്നി വെച്ച് ഇവർ ചെയ്യുന്നത്. സോഡിയം ഈ റീഅബ്സോർബ് ആക്കപ്പെടാൻ നേരത്ത് യൂറിൻ്റെ ഫ്ലോ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈ ഫ്ലോയിൽ ഈ മഗ്നീഷ്യം വേസ്റ്റായി നമ്മുടെ ബോഡിയിൽ നിന്ന് പോയാണ് ചെയ്യുന്നത്. സോ അവരുടെ റീഅബ്സോർപ്ഷൻ അവിടെ നടക്കുന്നില്ല, അങ്ങനെ മഗ്നീഷ്യത്തിൻ്റെ ബ്ലഡിലുള്ള എമൗണ്ട് കുറയുന്നു. നെക്സ്റ്റ് ഈസ് ബയോകെമിക്കൽ ഫംഗ്ഷൻ ഓഫ് ദീസ് മിനറൽസ്. ഈ എല്ലാ മിനറലുകളുടെയും ഒരു ജനറൽ ബയോകെമിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ മിനറൽ ആൻഡ് മെറ്റബോളിസം പാർട്ട് 1 വീഡിയോ ഈ കാണുന്ന വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്തോളൂ. ഇൻ കേസ് ഓഫ് കാൽസ്യം അവർ ബോൺസിൻ്റെയും ടീത്തിൻ്റെയും മിനറലൈസേഷൻ സഹായിക്കാറുണ്ട്. പിന്നെ മസിൽ കോൺട്രാക്ഷനും നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനും സഹായിക്കാറുണ്ട്. കോയാഗുലേഷൻ പാത്ത് വേയിൽ പല സ്റ്റെപ്പുകൾക്കും കോ ഫാക്ടറായിട്ട് കാൽസ്യം ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോസ്ഫേറ്റിൻ്റെ കേസിലാണെങ്കിൽ ATP ADP ഫോർമേഷന് ഫോസ്ഫേറ്റിൻ്റെ ആവശ്യമുണ്ട്. ബഫറിംഗ് സിസ്റ്റത്തിൽ ഫോസ്ഫേറ്റ് ബഫറിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഫോസ്ഫേറ്റ് ആണ്. പിന്നെ ബോൺസിൻ്റെയും ടീത്തിൻ്റെയും മിനറലൈസേഷൻ ഇവിടെ ആവശ്യമുണ്ട്. പിന്നെ ഫോസ്ഫോറൈലേഷൻ, ചില എൻസൈംസ് ആക്റ്റീവ് ആവാനും ചില എൻസൈംസ് ഇനാക്റ്റീവ് ആവാനും ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ റിയാക്ഷനോട് നടക്കാറുണ്ട്. ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്, അവിടെയും ഫോസ്ഫേറ്റിന് ആവശ്യമുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് മഗ്നീഷ്യം ഇതും ബോൺസിൻ്റെ മിനറലൈസേഷനെ സഹായിക്കാറുണ്ട്. പല എൻസൈമുകൾക്കും കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിൽ ATP ഒരിക്കലും ഫ്രീ ആയിട്ട് കാണപ്പെടാറില്ല, എപ്പോഴും മഗ്നീഷ്യമായിട്ട് ബൈൻഡ് ചെയ്ത്, അതാണ് ATPയുടെ സ്റ്റേബിൾ ഫോം. ആ ഒരു ഫോമിൽ മാത്രമേ ബോഡി കാണപ്പെടാറുള്ളൂ. പിന്നെ ന്യൂറോ മസ്കുലർ ഫംഗ്ഷൻസിനും മഗ്നീഷ്യം ആവശ്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഐ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ദർ ഡെഫിഷ്യൻസി. ഇവർ ബോഡിയിൽ വേണ്ട അളവിലില്ലെങ്കിൽ ബോൺസ് മര്യാദക്ക് ഫോം ആവത്തില്ല. അപ്പോൾ ബോൺ ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ. ആൻഡ് ഇവർ മസിൽ കോൺട്രാക്ഷൻസിലും നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനിലൊക്കെ സഹായിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് ടെറ്റനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫോസ്ഫേറ്റിൻ്റെ കേസിൽ ഇത് ATP ADP ഫോർമേഷന് നിർണായകമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രസൻസ് കുറവാണെങ്കിൽ ATP ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ ബയോളജിക്കൽ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവരുടെ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ നമുക്ക് അറിയാൻ പറ്റും. ബയോളജിക്കൽ ഫംഗ്ഷനിൽ ഇപ്പോൾ ബോൺ ഫോർമേഷൻ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബോൺ ഫോർമേഷൻ നടക്കുന്നില്ല, അതായത് ബോൺസിൻ്റെ മിനറലൈസേഷൻ നടക്കുന്നില്ല. അപ്പോൾ മിനറലൈസേഷൻ ഓഫ് ബോൺസ് നടക്കാതിരിക്കുമ്പോൾ ഏത് അസുഖം ഉണ്ടാകുന്ന റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയുടെ കേസിലും അവർ ടെറ്റൻ ഉണ്ടാക്കുന്നുണ്ട്, ട്രെമർ ഉണ്ടാക്കുന്നുണ്ട്, അർത്തീമിയാസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആണ്. അപ്പോൾ ഇറഗുലറായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. മസിൽ കോൺട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടാവാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സംഭവിക്കാവുന്നതാണ്. ആൻഡ് ഫൈനലി ദേ കോസസ് ഫങ്ഷണൽ ഹൈപ്പോകാൽസീമിയ. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരാതൈറോയ്ഡ് ഹോർമോൺസ് ആണ് വൈറ്റമിൻ ഡീനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കാൽസിട്രയോൾ ആക്കി മാറ്റുന്നത്. ഈ കാൽസിട്രയോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. എന്നിട്ട് ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ എമൗണ്ട് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഈ മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ATPയുടെ സ്റ്റെബിലിറ്റിക്ക് സഹായിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ATP ആണെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യാൻ ATP ആവശ്യമുണ്ട്. അപ്പോൾ മഗ്നീഷ്യം ഇല്ലെങ്കിൽ ATP സ്റ്റേബിൾ ATP കാണത്തില്ല. സ്റ്റേബിൾ ATP ഇല്ലെങ്കിൽ ഈ ഒരു പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ആവില്ല. അപ്പോൾ ഈ വക എന്തായിരുന്നു കാൽസ്യത്തിൻ്റെ മൊബിലൈസേഷൻ, കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ ഒന്നും നടക്കില്ല. സോ നമ്മുടെ ബോഡി ഹൈപ്പോകാൽസ്യമിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ നമ്മുടെ ബോഡിയും കാണിക്കുന്നതായിരിക്കും. ദാറ്റ് ഇൻക്ലൂഡ്സ് ടെറ്റനി, ട്രിമർ, അവ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദെയർ ടോക്സിസിറ്റി. ഈ മിനറൽസ് എല്ലാം ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ കാൽസ്യം കൂടിയാൽ ഹൈപ്പർ കാൽസ്യമി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും, വിച്ച് ലീഡ്സ് ടു കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ അല്ലെങ്കിൽ നെഫ്രോലിത്തിയാസിസ്. അല്ലെങ്കിൽ ഇവർ സോഫ്റ്റ് ടിഷ്യൂൻ്റെ ഒക്കെ സർഫസിൽ പോയിട്ട് കാൽസിഫൈ ചെയ്യും. ദാറ്റ് ഈസ് കാൽസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ടാവും. ആൻഡ് ഇൻ കേസ് ഓഫ് ഫോസ്ഫേറ്റ് നമ്മൾ പഠിച്ചായിരുന്നു, ഈ കാൽഷ്യം ഫോസ്ഫേറ്റും കൂടെ ചേർന്നിട്ട് ഇൻസോൾബിൾ കോംപ്ലക്സുകൾ ഫോം ചെയ്യാറുണ്ട്. അതിപ്പോൾ കിഡ്നി കെട്ടിക്കിടന്നിട്ട് കിഡ്നി ഡാമേജ് ഉണ്ടാക്കും, വിച്ച് ലീഡ്സ് ടു റീനൽ ഫെയിലിയർ. അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസിൻ്റെ സർഫസിലൊക്കെ ഇവർ കാൽസിഫിക്കേഷൻ ഫോം ചെയ്യാം. ഈ ഹൈ മഗ്നീഷ്യം ലെവലാണെങ്കിൽ അവർ വാസോ ഡൈലേഷൻ ഉണ്ടാക്കുന്നുണ്ട് ബ്ലഡ് വെസൽസിൽ. അതായത് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ അതിന് കാൽഷ്യം ആവശ്യമാണ്. ഈ കാൽഷ്യം ബ്ലോക്കറായിട്ട് ഇവർ ആക്ട് ചെയ്യാറുണ്ട്. കാൽഷ്യം കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന സ്മൂത്ത് മസിൽ സെൽസിനകത്തോട്ട് കയറണമെങ്കിൽ വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസിൽ കൂടെയായിരിക്കും കയറുന്നത്. അപ്പോൾ ഇവർ കാൽഷ്യമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് കാൽഷ്യത്തിന് പകരം ഇവരൊക്കെ കയറി പോകും. അപ്പോഴത്തേക്കും കാൽഷ്യത്തിൻ്റെ എൻട്രി അങ്ങനെയുള്ള ഗേറ്റഡ് ചാനൽസിലൂടെ വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് കോൺട്രാക്ഷൻ നടക്കത്തില്ല. സോ ബ്ലഡ് വെസൽസ് ഡൈലേറ്റഡ് ഫോമിൽ തന്നെ ഇരിക്കും. അപ്പോൾ അവിടെ BP ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഇതേ കാര്യം തന്നെ ഹാർട്ടിൽ നടക്കും. അപ്പോൾ ഹാർട്ട് മര്യാദക്ക് കോൺട്രാക്ട് ചെയ്യത്തില്ല, ഹാർട്ട് റേറ്റ് കുറയും, വിച്ച് ലീഡ്സ് ടു ബ്രാഡികാർഡിയ. ഈ ഒരു സെയിം കാര്യം തന്നെ ലങ് മസിൽസിൽ നടക്കുന്നു, വിച്ച് ലീഡ്സ് ടു ഹൈപ്പോ വെന്റിലേഷൻ. ആൻഡ് നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് മിനറൽസ്. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളപ്പോഴും, ഹൈപ്പോ പാരാതൈറോയിഡിസം ഉള്ളപ്പോഴും, റീനൽ ഫെയിലിയർ ഉള്ളപ്പോഴും, പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളപ്പോഴും, മാൽന്യൂട്രീഷൻ ഉള്ളപ്പോഴൊക്കെ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് സിംറ്റംസ് ആണ് ഈ ടെറ്റനി, മസിൽ ക്രാംസ്, സീഷർ, ആർത്തീമിയാസ് ഒക്കെ. ഇൻ കേസ് ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണെന്ന് ഓർത്തോ, അപ്പോഴായിരിക്കും മലിഗൻസീസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പർ പാരാതൈറോയിഡിസം ഒക്കെ കാണപ്പെടുന്നത്. അതിന് സിംറ്റംസ് ഒക്കെ ആയിരിക്കും നെഫ്രോലിത്തിയാസിസ്, അതായത് കിഡ്നി സ്റ്റോൺ, ബോൺ പെയിന്, അവ കാര്യങ്ങളൊക്കെ. ആൻഡ് ഇൻ കേസ് ഓഫ് ഫോസ്ഫേറ്റ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സമയത്തും റീനൽ ട്യൂബുലാർ ഡിസോർഡേഴ്സിൻ്റെ സമയത്തും മാൽന്യൂട്രീഷനൊക്കെ ഉള്ളപ്പോൾ ഫോസ്ഫേറ്റിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് സിംറ്റംസ് ആയിട്ട് മസിൽ വീക്ക്നെസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സ് ഒക്കെ കാണപ്പെടാറുണ്ട്. ഫോസ്ഫേറ്റിൻ്റെ എമൗണ്ട് ബ്ലഡിൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ റീനൽ ഫെയിലിയർ, പ്രോപ്പറായിട്ട് കിഡ്നി ഫോസ്ഫേറ്റിനെ എക്സ്ക്രീറ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ ഹൈ ഫോസ്ഫേറ്റ് ഇൻടേക്ക്, അല്ലെങ്കിൽ ട്യൂമൽ റൈസിസ് സിൻഡ്രോം ആവാം.
ആൻഡ് മഗ്നീഷ്യത്തിൻ്റെ കേസിൽ മാഗ്നീഷ്യം ബ്ലഡിൽ കുറയുന്ന അവസ്ഥ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽ ന്യൂട്രീഷൻ, ആൽക്കോളിസം, ഡയേറിയ, ഡയൂററ്റിക്സ്, അതായത് ഡയൂററ്റിക്സ് ഒക്കെ എടുക്കുന്ന ഇഷ്ടം പോലെ യൂറിനേഷൻ പോകുന്നതായിരിക്കും. ആ യൂറിൻ്റെ ഒപ്പം മഗ്നീഷ്യം ഒലിച്ച് പോകുന്നതായിരിക്കും. ആൻഡ് മഗ്നീഷ്യം കൂടുതലുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ റീനൽ ഫെയിലിയറിലായിരിക്കും സംഭവം എക്സ്ക്രീറ്റ് ആയി പോകാണ്ട് ബ്ലഡിൽ കൂടുതലായിട്ട് കിടക്കുന്നത്. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അർത്തീമിയ ലീഡ് ചെയ്യാറുണ്ട്, അതായത് റെഗുലർ ഹാർട്ട് ബീറ്റ്. സോ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഗ്നീഷ്യം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ പ്രീ ക്ലാംസിയ അല്ലെങ്കിൽ എക്ലാംസിയ തെറാപ്പി, അതായത് ബേബിക്ക് ഡെലിവറി കൊടുക്കുന്നതിനാണ് ഈ എക്ലാംസിയ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ സീഷ്യർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ 3 മിനറൽസിൻ്റെ മെറ്റബോൾസ് അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.